പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മലയോര പ്രദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്തിലെ മണ്ണിറ തലമാനം എന്ന പ്രദേശം. ഇത് ഞങ്ങളുടെയൊക്കെ പഴമക്കാരൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഇതൊരു പുണ്യഭൂമി തന്നെയായിരുന്നു. ചരിത്രം, പഴയകാല സംസ്കാരത്തിൻ്റെ ആ ശേഷിപ്പുകൾ ചെതലറ്റ് പോകാതെ ഇന്നും നിലനിൽക്കുന്ന ഒരു പുണ്യസ്ഥലമാണ് ഈ തലമാനം. തലമാനത്ത് എത്ര വർഷം പഴക്കമുണ്ടോ ആദ്യം നല്ല സംസ്കാരമുള്ള ഒരു ജനവിഭാഗങ്ങൾ അധിവസിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇവിടെ പഴയ കാലത്ത്. എത്ര വർഷമോ അതിന് കാലപ്പഴക്കം നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതൊരു കുടിയേറ്റ മേഖലയാണ്. ഞങ്ങളുടെയൊക്കെ അച്ഛന്മാർ, ഞങ്ങളുടെയൊക്കെ മുൻ തലമുറക്കാരിവിടെ 1945 കാലഘട്ടത്തിൽ ഇവിടെ കുടിയേറി ഈ പട്ടിണി മാറ്റുന്നതിന് വേണ്ടി കൃഷി ചെയ്യുന്നതിന് ഈ മലയോര പ്രദേശങ്ങളൊക്കെ അങ്ങനെ കൈകയറി വന്ന് കൃഷി ചെയ്തപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളും തിരിശേഷിപ്പുകളും കണ്ടു. ഇത് എത്ര വർഷത്തെ കാലപ്പഴക്കമുണ്ടെന്നോ ആരുടെ കാലത്തെ ക്ഷേത്രമാണെന്നോ, ശിവക്ഷേത്രമാണെന്ന് നമുക്ക് ശിവലിംഗവും അത് തകർന്നു പോയ ക്ഷേത്രത്തിൻ്റെ ശേഷിപ്പുകളാണ് ഇവിടെ കണ്ടത്. ബന്ധപ്പെട്ട ഉപദേവതകളും ക്ഷേത്രങ്ങളും അതിൻ്റെ ശേഷിപ്പുകളൊക്കെ ഈ പ്രദേശങ്ങളിലൊക്കെ ഇന്നും ശിലകളും ക്ഷേത്രത്തിൻ്റെ ഗോപുരങ്ങളുടെ ഭാഗങ്ങളും പലതും ഈ വനം ഇവിടെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് വന്ന കാലം മുതലേ ഞങ്ങളുടെയൊക്കെ പിതാക്കന്മാർ അല്ലെ അച്ഛന്മാരുമൊക്കെ ഇവിടെ വന്ന ആദ്യം കുടിയേറ്റക്കാരെല്ലാം കൂടി ആവതനുസരിച്ച് കാര്യങ്ങൾ ചെയ്ത് ഇപ്പോൾ ക്ഷേത്രം നമസ്കാരം. 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 എങ്ങനെ പേര്? എൻ്റെ പേര് തങ്കപ്പൻ. തങ്കപ്പൻ ഈ കാവുമായി ബന്ധപ്പെട്ട ഊരാളിയാണല്ലേ? ആണ്. ഇവിടുത്തെ ആചാര അനുഷ്ഠാന കാര്യങ്ങൾ എങ്ങനെയാണ്? ഇവിടുത്തെ വഴിപാടുകൾ എങ്ങനെയാണ്? ഇവിടുത്തെ വഴിപാട് ഈ കാവിൻ്റെ ആദ്യ ചട്ടം വെച്ചുള്ള വഴിപാടുകളാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത്. ഇവിടെ കള്ള്, വെറ്റില, അടയ്ക്ക. ഇവിടുത്തെ ഇഷ്ട വഴിപാടുകൾ എന്തൊക്കെയാണ്? ഇഷ്ട വഴിപാട് അപ്പൂപ്പന്, ഇവിടെ മലയപ്പൂപ്പനാണ്. 99 മലയുടെ ഒടയവനായ ആളാണ്. പാപ്പിനിക്കോട്ട മലനട അപ്പൂപ്പൻ കാവെന്നാണ് ഇതിൻ്റെ പേര്. അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പം ഇവിടുത്തെ മലയ്ക്ക് സങ്കല്പിച്ച് വയ്ക്കുന്നത് മുറുക്കാനാണ്. മുറുക്കാൻ വയ്ക്കുക. മുറുക്കാൻ വെച്ച് കഴിയുമ്പോൾ അത് കള്ള്, വെറ്റില, പാക്ക്, ഓയില ഇങ്ങനെ വെച്ച് മുറുക്കാൻ വയ്ക്കുന്നു. അപ്പം വഴിപാടുകൾ അപ്പൂപ്പിന് കൊടുക്കാനുള്ളത് എന്ത് വേണേലും കൊടുക്കാം. എന്ത് വേണമെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞാൽ സ്വർണ്ണങ്ങൾ കൊടുക്കാം, പട്ടുകൾ കൊടുക്കാം, വളകൾ കൊടുക്കാം, പിന്നെ ചിലങ്ക കൊടുക്കാം, പിന്നെ വില്ലും ശരവും കൊടുക്കാം. ഇതൊക്കെ ഈ മലയുടെ ഒരു ആചാരങ്ങളാണ്. ആചാരം എന്ന് പറയുമ്പോൾ ഈ ആദ്യ ഈ ഇവിടെ ജനങ്ങൾ വരുന്നതിന് മുമ്പ് ഉള്ളൊരു കാവാണ്. ഇവിടെ താമസത്തിന് ഈ സ്ഥലത്ത് താമസക്കാർ വരുന്നതിന് മുമ്പുള്ളൊരു കാവാണിത്. പക്ഷേ ഇത് ഈ അടുത്ത ഒരിടക്കാലം കൊണ്ടാണ് ഈ കാവാണെന്ന് അറിയപ്പെടുന്നത്. അതെങ്ങനെ കാവെന്ന് ചോദിച്ചാൽ ഇവിടെ തൊട്ടടുത്ത് ഒരു 150 മീറ്റർ അകലെ ഒരു ശിവക്ഷേത്രമുണ്ട്. അത് ഏത് കാലത്താണെന്ന് പറഞ്ഞ് ഇന്ന് ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്കൊന്നും അറിയത്തില്ല. ആ ശിവക്ഷേത്രം ഓരോക്കാർക്കും അറിയത്തില്ല ഏത് കാലത്താണ്. പിന്നെ അമ്പലങ്ങൾ പുതുക്കിയിട്ടുണ്ട്, മാറ്റം വന്നിട്ടുണ്ട്. അമ്പലങ്ങൾ പുതുക്കിയിട്ടുണ്ട്. പക്ഷെ ആ പ്രതിഷ്ഠ ഏത് സമയത്താണ്, ആ ശിലകൾ ഏത് കാലത്തെയാണെന്ന് പറ്റും ഇവിടെ താമസിച്ചിട്ട് ഒരിടത്തും അറിയത്തില്ല. ഞാൻ എൻ്റെ 15ാമത്തെ വയസ്സിൽ ഞാനിവിടെ വന്നതാണ്. അപ്പോൾ അന്ന് വരുമ്പോൾ ഇതിന് കെട്ടിടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇങ്ങനെ കല്ലുവൊക്കെ ആയിട്ട് പലരും കൂടി കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമായിരുന്നു. അപ്പോൾ അന്ന് ആ കാടൻ തോട്ടുള്ള എത്ര നൂറ്റാണ്ടുകളായിരിക്കും, അല്ല തലമുറകൾക്ക് ഇതപ്പുറം പോയ കാവ് അമ്പലമാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ആ അമ്പലത്തിൻ്റെയും ഈ കാവിൻ്റെ ഒരു കുളമായിട്ടാണ് ഇപ്പോൾ ഈ അമ്പലത്തിൻ്റെയും കാവിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഇടയ്ക്കൊരു കുളമുണ്ട്. ആ കുളമാണ് ഇവിടെ നീണ്ടു കിടക്കുന്നത്, ഈ വലിയ കുളം. ഹായ്, നമസ്കാരം. നമസ്കാരം സാർ.
ചേട്ടൻ ഈ കാവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്മിറ്റി അംഗങ്ങളിൽ ഒരാളാണല്ലേ? ആണ്. എന്താണ് ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് KN രാജൻ. ഈ കാവ് ഇവിടെ നമ്മളിപ്പം പൂജ ആരാധനാക്രമങ്ങൾ വന്നിട്ട് എത്രത്തോളം കാലമായി? ഇപ്പോൾ ഇതിന് വന്നിട്ട് ഒരു 30 വർഷത്തോളമായി ഇവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അന്ന് വിളക്കുകളും കാര്യങ്ങളും മാത്രമായിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെ 10 വർഷക്കാലം കൊണ്ട് നല്ല രീതിയിൽ ഇവിടുത്തെ മലയെ സംരംഭിച്ച് 5 മലയാണ് ഇവിടെ കുടികൊള്ളുന്നത്. 10ാമതേവാണ് ഇവിടുത്തെ ഒരു മെയിൻ ആഘോഷമായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ വെറ്റര ഇതെല്ലാം കൂട്ടി കരിക്ക്, എണ്ണ, തിരി ഇതെല്ലാം ഇതെല്ലാം മലയ്ക്ക് സമർപ്പിച്ച് ഇവിടെ കാര്യങ്ങൾ പറയുകയാണ് ഒന്നത്. രണ്ടാമത് ഇവിടെ ഒരു അമ്മമ്മ കുടിയിരിപ്പുണ്ട്, ഇവിടെ ഉണ്ട്. അമ്മമ്മയ്ക്ക് ഇവിടെ അരിവെട്ടി, പിന്നെ ചെറിയ ഈ ഇരുമ്പ്, പട്ട് ഇതാണ് അമ്മമ്മയ്ക്ക് ഇവിടെ സമർപ്പിക്കുന്നത്. പിന്നെ 3 ഇവിടെ രക്ഷിപ്പാല വസിക്കുന്നുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു രക്ഷിപ്പാലയായിരുന്നു. പണ്ഡിതന്മാർ ഇവിടെ വന്ന് തെളിയിച്ചു തന്നതാണ്. അപ്പോൾ ആ പാലയിൽ നിന്ന് എല്ലാ വെള്ളിയാഴ്ചയും ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ നിന്ന് തീവട്ടം പറന്ന് പോയതായിട്ട് പലരും കണ്ടവർ ഇങ്ങനെ പറയുന്നുണ്ട്. പണ്ടുകാലം മുതലേ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് അവർ തെളിയിച്ചു തന്ന് മലയാള മാസം 1-ാം തീയതിയാണ് അവരുടെ ഒരു തിരി ആ യക്ഷിക്ക് കത്തിക്കാവുന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞ് അതിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ പ്രത്യേകിച്ച് ഇത് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും തിരികൾ ഇങ്ങനെ കത്തിക്കുന്നുണ്ട്. പിന്നെ മകരവിളക്ക്, അങ്ങനെ വിശേഷ ദിവസങ്ങളിൽ വരും നോക്കി ഇവിടെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതാണ് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് ജയമോഹനൻ. കാവ് പരിസ്ഥിതി സംരക്ഷണ സമിതി മേഖലാ സെക്രട്ടറിയാണ് ഞാൻ. അതിനുശേഷം തലമാനം അപ്പൂപ്പൻകാവ് ക്ഷേത്രത്തിലെ അധികാരികൾ സമിതിയിൽ അന്വേഷിച്ചെത്തുകയും അവരുടെ ക്ഷേത്ര സമുച്ചയങ്ങൾക്കൊരു പരിരക്ഷ നൽകണമെന്ന പറഞ്ഞ അടിസ്ഥാനത്തിൽ പ്രവർത്തകർ ഇവിടെ ഒന്ന് അന്വേഷിക്കും. വളരെ ചൈതന്യധന്യമായ ഒരു ദേവസ്ഥാനമാണെന്ന് അറിയുകയും അതിനനുസരിച്ചുള്ള പരിരക്ഷാവിധികളും അവിടെ ആരാധനാക്രമം നല്ല ശക്തിമത്ത രീതിയിലുള്ള ദേവതാ സാന്നിധ്യമുള്ളതുകൊണ്ട് എത്രത്തോളം ഇത് പരീക്ഷിക്കപ്പെടണമെന്നും അത് പൊതുജനങ്ങളിലേക്ക് ഇവിടുത്തെ നന്മകളും ഇവിടുത്തെ ഐശ്വര്യങ്ങളും അവർക്ക് സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെ ഒരു നേട്ടം അവർക്ക് ഇവിടെ നിന്ന് കൈവരിക്കാൻ തക്കവണ്ണമുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ പ്രവർത്തകർ ഇവിടെ വന്ന ശേഷം ഇവിടുത്തെ ചൈതന്യധന്യമായിട്ടുള്ള പ്രതിഷ്ഠാപതികളെക്കുറിച്ച് അറിയുകയും മുൻകാല രാജപരമ്പരയിൽപ്പെട്ടവർ മുതൽ ആരാധിച്ചു പോന്നിരുന്നതായ ഈ സന്നിധി, ഈ ഉറവിടം പിന്നീട് കുറച്ചു കാലത്തേക്ക് അത് സ്തംഭനാവസ്ഥയിലായി. ഇപ്പോൾ ധാരാളം ആളുകൾ ഈ സന്നിധിയെക്കുറിച്ച് അറിയുന്നു. ഇവിടെ വെറ്റക്കെട്ടും പോലെയും മുറുക്കാനും കള്ളുമൊക്കെ അപ്പൂപ്പൻ്റെ ഏറ്റവും ഇഷ്ട ദ്രവ്യങ്ങളായി സമർപ്പിക്കുമ്പോൾ അവരുടെ ഉദ്ദിഷ്ടകാര്യ ഫലസിദ്ധിയും അവർ കൂടുതൽ ഇവിടേക്ക് വിശ്വാസം അർപ്പിച്ചു വരികയും ചെയ്യുന്നത് അത്ഭുതകരമായ ഒരു കാഴ്ച നേരിൽ കാണുകയുണ്ടായി.